ബിഗ് ബോസ് മലയാളം 7ാം സീസണിൽ ഒന്നിച്ചു മത്സരിക്കാനെത്തിയിരിക്കുകയാണ് ആദില നസ്രീനും നൂറ ഫാത്തിമയും. ലെസ്ബിയൻ പങ്കാളികളായ ഇരുവരും നേരത്തെ വലിയ വാർത്താ പ്രാധാന്യം നേടിയവരാണ്. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നവരാണിവർ. ഇപ്പോഴും കുടുംബം തങ്ങളെ അംഗീകരിക്കുന്നില്ലെന്ന് ഇൻട്രോ വീഡിയോയിൽ നൂറ പറയുന്നുണ്ട്. ഇരുവർക്കും വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ചും നൂറയെ കുറേ കാലം വീട്ടുകാർ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരുന്നു. ആദില ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയാണ് നൂറയെ വിടുന്നത്. പ്രണയത്തെക്കുറിച്ചും നേരിട്ട പ്രതിബന്ധങ്ങളെക്കുറിച്ചും നേരത്തെ ചില അഭിമുഖങ്ങൾ ഇരുവരും സംസാരിച്ചിരുന്നു. +1 പഠിക്കുമ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ലായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. +2 എത്തിയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സ്പാർക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒന്നുകൂടി ക്ലോസായി, പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് അപ്പോൾ മനസ്സിലായി. പ്രത്യേക ഇഷ്ടം ആദിലയോട് തനിക്ക് തോന്നിയിരുന്നുവെന്ന് ഫാത്തിമ നൂറ അന്ന് വ്യക്തമാക്കി. പാരൻസ് എന്നെ നിർബന്ധിച്ച് അവരുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇസ്ലാമിക് പരമായ കൗൺസിലിംഗ് തന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദിലയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നെന്ന് ആദില അന്ന് ഓർത്തു. ആദില ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയതോടെ വീട്ടുകാർക്ക് നൂറയെ വിട്ടു നൽകേണ്ടി വരികയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും സൗദിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ നീക്കം. ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നെന്നും ഫാത്തിമ നൂറ അന്നോർത്തു. പാരൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. +2 വെച്ചാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടുകാർ അറിയുന്നത്. ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയം ഞങ്ങളുടെ ഉമ്മമാർ ഫ്രണ്ട്സായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിരുന്നു. പെട്ടെന്ന് റിലേഷൻഷിപ്പ് പിരിച്ചപ്പോൾ എനിക്ക് ഇവളില്ലാതെയോ അവൾക്ക് ഞാനില്ലാതെയോ പറ്റില്ലെന്ന് മനസ്സിലായി. ഒരു പ്രാവശ്യം ചാറ്റ് പിടിച്ചപ്പോൾ ഉമ്മയോട് എനിക്ക് ആണുങ്ങളോട് ആകർഷണം തോന്നുന്നില്ലെന്ന് പറഞ്ഞു. നിനക്കെന്തിനാണ് ആണുങ്ങളോട് ആകർഷണം തോന്നുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. അവർ മനസ്സിലാക്കാനല്ല നോക്കിയത്, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കുമെന്നും ആദില പറഞ്ഞു. ഞങ്ങളുടെ ചാറ്റ് കുറേ വട്ടം പിരിച്ചതാണ്. അതിലൂടെ തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി സഹോദരിമാർക്കെല്ലാം മനസ്സിലായതാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു സപ്പോർട്ടും ഉണ്ടായില്ലെന്ന് അന്ന് നൂറയും പറഞ്ഞു.